ഇപ്പോൾ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ കൂടി നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ്. ശ്രീ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, കേരളത്തിലെ സഹകരണ മേഖലയെ നിർമ്മാണ രംഗത്തടക്കം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനും അതുപോലെ തന്നെ ലോകത്തിനടക്കം മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം നൽകാനും സാധിച്ചിട്ടുള്ള ഒരാളാണ് രമേശ് പാലേരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഒരാളെങ്കിലും സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. വികസന മുന്നേറ്റത്തിനെ അടക്കം സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം തന്നെയാണ് അല്ലേ? രമേശൻ പാലേരി കേരളത്തിലെ സഹകരണ മേഖലയിൽ എൻ്റെ സ്വസിദ്ധമായ കഴിവും ശേഷിയും ഭാവനയും പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് സഹകരണ പ്രസ്ഥാനത്തെ ലോകോത്തരമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സഹകാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരളത്തിലെ സഹകരണ മേഖലയിൽ തീർത്താൽ തീരാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പകരം വെക്കാൻ ആരും തന്നെ ഇന്ന് കേരളത്തിൽ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. സർവതല സ്പർശിയായ മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തെ ഏറ്റവും അവസാനം IT ഉൾപ്പെടെ എല്ലാറ്റിലും ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കുകയുണ്ടായി. നാഷണൽ ഹൈവേയുടെ ഭാഗമായി വലിയ നടന്ന ടെൻഡറിൽ അദാനിയെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ വടക്കേ അറ്റമായ തലപ്പാടി മുതൽ കാസർഗോഡ് പട്ടണം കഴിഞ്ഞ് തൃക്കുള വരെയുള്ള റീച്ച് കേരളത്തിന്റെ നാഷണൽ ഹൈവേയുടെ ചരിത്രത്തിൽ ആദ്യമായി പൂർത്തിയാക്കിയ റീച്ച് അതാണ്. സമയപരിധിക്കുള്ളിൽ അത് പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പും ഒക്കെ അദ്ദേഹത്തെ ആ സൊസൈറ്റിയെ സംവിധാനത്തെ ആദരിക്കുന്ന നിലയിലേക്ക് എത്തിയത്. കോഴിക്കോട് IT ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾ കേരളത്തിലുടനീളം കൺസ്ട്രക്ഷൻ മേഖല മാത്രമല്ല മറ്റു പല മേഖലകളിലും അദ്ദേഹം വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം ആധുനികമായ രീതിയിൽ ഭാവനാപൂർവ്വം സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്ക് വലിയ നഷ്ടമാണ്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന നിലയിലും കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ സഹകാരി എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ അർത്ഥത്തിലും ആ സംവിധാനത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ നേതൃത്വം കൊടുത്ത പാലേരി രമേശന്റെ നിര്യാണത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖവും ആ കുടുംബത്തോടുള്ള അനുശോചനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും നന്ദി ശ്രീ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചതിന്.